ഈ മുജാഹിദ് സുഹൃത്തുക്കൾ ചില ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ അറബി രാഷ്ട്രങ്ങളിൽ പള്ളിയിലേക്ക് സ്ത്രീകൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ സുന്നികളായ ആളുകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ള അറബ് നാട്ടില് സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായൊരു ധാരണ. എന്തിനെന്നറിയോ, ഇപ്പൊ അരീക്കോടുള്ള ഏതെങ്കിലും മൗലവിമാര് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 6 വർഷം ഞാനും ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പള്ളിയോട് ചേർന്ന് ഔക്കാഫ് മുത്തവ്വമാർക്ക് ഒരു വീടുണ്ടാവും, ഒരു റൂമുണ്ടാവും അവർക്ക് താമസിക്കാൻ വേണ്ടി. ഇല്ലേ, ഗൾഫിലുള്ള ഗൾഫിൽ പോയ ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ടാവും, കുറെ ആളുകളുണ്ടാവും. അവർക്കറിയാം UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും ഇവിടെയൊക്കെ പള്ളിയോട് ചേർന്നായിരിക്കും അവിടുത്തെ ഇമാമിന്റെ മുത്തവ്വയുടെ റൂം ഉണ്ടാവുക. അവിടെ ഈ മുത്തവ്വയുടെ മക്കളുണ്ടാകും, പെൺകുട്ടികളുണ്ടാകും, ഭാര്യ ഉണ്ടാകും. ഒരു ഇമാമ് ബാങ്കും ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പള്ളിയിലേക്ക് അവരെ കൂടെ ആ മക്കളെയും അതുപോലെ പെൺകുട്ടികളെയും ഭാര്യമാരെയും കൊണ്ടുവരുന്നത്? ഒരൊറ്റ പള്ളിയിൽ കണ്ടു എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, പച്ചക്കള്ളം പറയാണ്. പിന്നെ അവിടെ ഈ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഈ മുത്തവ ആ പള്ളിയിലെ ഇമാമ് തന്നെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നിന്ന് ഈ പെൺകുട്ടികളെയും ഭാര്യയും കൊണ്ടുവരുന്നില്ല എങ്കിൽ പിന്നെ ആരാ അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്? ആരാ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുസലാം സഖാഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവിടെ ഇത് കോട്ടിമാട്ടുന്നതും ഇത് തിരിമറി നടത്തുന്നതും മറ്റൊരു രൂപത്തിലാണ്. ഇവിടെ ഈ സഹോദരൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയല്ല അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം കുറച്ചു വർഷങ്ങൾ സൗദി അറേബ്യയില് ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറെ UAE-യുടെയും ഖത്തറിന്റെയും കാര്യങ്ങൾ പറഞ്ഞു. അബ്ദുസലാം സഖാഫിയെ, നിങ്ങള് സൗദി അറേബ്യയിൽ മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. ഞാൻ സൗദി അറേബ്യയിലും ഖത്തറിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അള്ളാഹുവിന്റെ മസ്ജിദില് അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ടോ? സൗദി അറേബ്യയില് സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ആ സഹോദരൻ ചോദിച്ചത്. അതിന് താങ്കൾ പറയുന്ന മറുപടി, അവിടെ ഇമാമായിട്ട് നിൽക്കുന്ന ഖത്തീബായിട്ട് നിൽക്കുന്ന ആൾക്ക് അവിടെ ചേർന്ന് വില്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷിക്ക ഉണ്ടെങ്കിൽ അത് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് വിട്ടായിരിക്കും അവരുടെ താമസ സൗകര്യം കൊടുക്കുക. സാധാരണ നിലയില് ഒരു മുത്തവ്വ അവർക്ക് താമസിക്കുവാൻ ആ പള്ളി പരിസരത്ത് തന്നെ താമസ സൗകര്യം ഒരുക്കാറുണ്ട്, പ്രത്യേകിച്ച് പള്ളിയുടെ അടുത്ത് തന്നെ. അവര് 5 വക്തിനും അവിടേക്ക് പള്ളിക്ക് പോകുന്നൊന്നുമില്ല. അതിന് അവരുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യ, ഉമ്മ, ഇളയമേ ഒന്നും വരുന്നില്ല. യാഥാർത്ഥ്യം തന്നെയാണ്, സത്യം തന്നെയാണ്. എന്നാൽ ആ മുത്തവ്വ അദ്ദേഹം ഖുതുബ നടത്തുന്ന ആ മസ്ജിദില്, അദ്ദേഹം ഇമാമ് നിൽക്കുന്ന ആ മസ്ജിദില് സ്ത്രീകൾക്ക് പ്രത്യേകമായി കൊണ്ട് ഉദു എടുക്കുവാനും അതുപോലെ നമസ്കരിക്കുവാനും സ്ഥലമില്ല എന്ന് ഈ ഇത്രയും വർഷം അവിടെ താമസിച്ചു, അവിടെ പിന്നെ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് താങ്കൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഇമാമ് നിൽക്കുവാൻ വേണ്ടി അവിടെ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകള് അതിന്റെ അപ്പുറോ ഇപ്പുറോ വന്ന് നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണോ അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത്? ആണോ? അപ്പോ സൗദി അറേബ്യയില് ഏതൊരു മസ്ജിദ് ആണെങ്കിലും അവിടെ നമസ്കരിക്കുവാൻ പുരുഷന്മാർക്കുള്ള ആ ഒരു ഏരിയ പോലെ തന്നെ, അത്ര വിശാലമല്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനും വുദു ചെയ്യുവാനുമുള്ള ഏരിയ ഉണ്ട്. അവിടെ സ്ത്രീകൾ വന്ന് നമസ്കരിക്കാറുണ്ട്. അവര് വീട്ടിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങി പോവുകയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ അവര് മറ്റു ആവശ്യാർത്ഥം ടൗണിൽ വരികയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് യാത്രക്കാർക്ക് ജമ്മും കസ്റോ ആക്കാനുള്ള അനുവാദം ഉണ്ട്. എന്നാൽ ആ ഒരു ദൂരപരിധി ഇല്ല. അവർക്ക് നമസ്കരിക്കുവാനുള്ള സാഹചര്യം ഈ മസ്ജിദിനടുത്തുണ്ടെങ്കിൽ, മസ്ജിദിൽ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി മസ്ജിദുൽ ഹറാമിലാണെങ്കിലും അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയിലാണെങ്കിലും ഇവിടെയൊക്കെ അല്ലാതെ തന്നെ തീർത്ഥാടനാർത്ഥം വരുന്ന സ്ത്രീകള് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് സാധാരണഗതിയിൽ അവിടെ സിയാറത്തിനോ അല്ലെങ്കിൽ മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ പോകുന്ന ആളുകള് അവര് ഇഖാമത്ത് കൊടുക്കുന്ന അവസരത്തിൽ അവിടെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോ ആ ഒരു സമയത്ത് തന്നെ അവരവിടെ അവർക്ക് നിശ്ചയിച്ച സമയത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ പച്ചക്കളവുകൾ പറയുന്നത്?
സ്ത്രീ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് ഹറാമല്ല, നിഷിദ്ധമല്ല, ബിദ്അത്തല്ല. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് തന്നെയുണ്ട്. അത് നിർബന്ധമല്ല, അതിന് പ്രത്യേകിച്ച് സുന്നത്തുമില്ല. ഇങ്ങനെ പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ടല്ലല്ലോ ഈ രൂപത്തിൽ ആളുകളെ പറ്റിക്കുന്നത്. ജായിസാണ് അവരുടെ നമസ്കാര വക്ത്. അത് തെറ്റാതിരിക്കുവാൻ വേണ്ടി അവർ അവിടെ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഒരു തെറ്റുമില്ല, ഒരു ഹറാമുമില്ല, അനുവദനീയമാണ്. ഇന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള മസ്ജിദുകളില്, വലിയ മസ്ജിദുകളില്, ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദുകളിലെല്ലാം സ്ത്രീകൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ചെറിയ പ്രയർ ഹാള് എന്ന നിലയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് ഈ രൂപത്തിൽ പറയുന്നത്. എന്താണ് ഇനി അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച് ബാക്കി പറയുന്നത് കേൾക്കാം. പച്ചക്കള്ളാണ്. പിന്നെയുള്ള യാത്രക്കാരായ ആളുകൾ കയറി നിസ്കരിക്കുന്നുണ്ട്, അതിനവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. മുസല്ല നിസാവ് പള്ളിയുടെ എല്ലാ സൈഡിലും ഉണ്ട്. നമ്മുടെ ഇവിടെയും ഇപ്പൊ യാത്രയൊക്കെ വിപുലമായപ്പോ നമ്മുടെ നാട്ടിലും മുസല്ല നിസാ ഉണ്ട്, നിസ്കരിക്കാൻ ഉണ്ട്. മുസല്ല നിസാ ഉണ്ട്, സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം അത് അവിടെയുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ സംസാരത്തിന് ശേഷം ഞാൻ പറഞ്ഞത്. എന്നാൽ ഖിയാമുൽ ലൈല് നമസ്കരിക്കുവാൻ വേണ്ടി ഇഅ്തികാഫിരിക്കുന്ന റമദാൻ മാസത്തില് അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുന്ന സ്ത്രീകള് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് അവിടെ തന്നെയാണ് ഇരിക്കാറുള്ളത്. അവരവിടെ തന്നെയാണ് അത്താഴം കഴിക്കാറുള്ളത്, അവരവിടെ തന്നെയാണ് നോമ്പ് തുറക്കാറുള്ളത്, അവരവിടെ തന്നെയാണ് ഉറങ്ങാറുള്ളത്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അത് പച്ചക്കളവാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും താങ്കൾ പറയൂ. സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ കുറച്ച് മുമ്പ് തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് യാത്ര ഇത്രയും കൂടുതലായത്. കാരണം വാഹനങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ 2-3 വാഹനങ്ങളായി മാറി. പിന്നെ ഒരു വെക്കേഷൻ ഉണ്ടായാൽ, ഒരു ദിവസം ലീവ് ഉണ്ടായാൽ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒക്കെ ഇറങ്ങാന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ നാട് മാറി. അതോടുകൂടെ യാത്ര വല്ലാതെ വർദ്ധിച്ചു. അപ്പൊ നമുക്ക് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നു. അപ്പൊ നമുക്ക് സ്ത്രീകളെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഏർപ്പെടുത്തി. ഇതല്ലാത്ത ഒരു സംവിധാനം ഈ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളിൽ ഒന്നുമില്ല എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇവിടുന്ന് പോയ മൗലവിമാരുണ്ടാവും, അവരുണ്ട്. തൊട്ടടുത്ത് വരെ പല ഫ്ലാറ്റുകളിലും താമസിക്കുന്നവരുണ്ട്. ബാങ്ക് കൊടുത്താല് അവിടെ ഫ്ലാറ്റിൽ നിന്നെല്ലാം ഈ കാമത്ത് കൊടുക്കാനാകുമ്പോഴേക്ക് ആ വീട്ടിലുള്ള ഫ്ലാറ്റിലുള്ള ആണുങ്ങൾ ഇറങ്ങിപ്പോകും. പക്ഷെ ഒരു പെണ്ണും ഒരു ഫ്ലാറ്റിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും കണ്ടു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവാറില്ല. ഈ പറഞ്ഞ മൗലവിമാരെന്നെ അവരുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നില്ല. ഫ്ലാറ്റിൽ നിന്ന് നേരെ ഇക്കാമത്ത് കൊടുത്താല് അവരിറങ്ങിപ്പോകും, ഭാര്യമാര് പോകണില്ല. പിന്നെ ഭാര്യമാര് പോകുന്നില്ല, അത് നിർബന്ധമല്ല, അതുകൊണ്ട് അവര് പോകുന്നില്ല. എന്നാല് ജുമാ നമസ്കാരം അതോടനുബന്ധമായി കൊണ്ടുള്ള കുത്തുബകള് അത് കേൾക്കുകയും അവിടെ പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കിയ സ്ത്രീകള്, അപ്പോ കുത്തുബ പറയുമ്പോൾ മലയാളികള് ആയ സ്ത്രീകള് അവിടെ അറബി കുത്തുബയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മനസ്സിലാവൂല. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നുബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ മസ്ജിദുൽ ഇമാമിൽ കുറെ വർഷങ്ങൾ മുമ്പ് ജോലി ചെയ്തിരുന്ന അദ്ദേഹം പറഞ്ഞ കുത്തുബകള് അത് ബുക്കിൽ എഴുതി വെച്ചിട്ട് ആ ബുക്ക് എടുത്തുകൊണ്ട് പാടുന്ന ആളുകൾക്ക് അവർക്ക് ഇന്നും എന്താന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യയിലോ ഖത്തറിലോ അതുപോലെ UAE പോകുമ്പോ സ്ത്രീകള് അറബി കുത്തുബയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാത്തവര് അവര് പോകുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ പോകുന്നുണ്ട്, അവിടെ നമസ്കരിക്കുന്നുണ്ട്, ആ കുത്തുബകൾ കേൾക്കുന്നുണ്ട്. പിന്നെ 5 വക്തിനും പോകുന്നുണ്ടോ എന്നുള്ളത് പോകേണ്ട ആവശ്യമില്ല, അത് നിർബന്ധമല്ല. പക്ഷെ ഹറാമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പിഴച്ച വാദല്ലേ, അതാണ് തെറ്റ്. അവര് പോകുന്നില്ല എന്ന് പറഞ്ഞു, നിർബന്ധല്ലേ, പോണമെന്നില്ല. ഇനി അവര് യാത്രയിലാണോ നിസ്കരിക്കാം എന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിസാവ് മുസല്ലയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് സൗദി അറേബ്യയിലല്ല, ഖത്തറിൽ മാത്രമല്ല, UAE മാത്രമല്ല, ഇങ്ങ് കേരളത്തില് ഇവിടെ ഞെളിയമ്പറമ്പ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല. എന്നാൽ വീട്ടിലല്ല, അടുത്ത് കുടുംബക്കാരുടെ വീടൊന്നുമില്ല എങ്കിൽ ഏത് മസ്ജിദിലും കയറിയിട്ട് ഏതും പെണ്ണിനും നിസ്കരിക്കാം, അത്രേ ഉള്ളൂ. അത് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ ജായിസാണ്, അനുവദനീയമാണ്. അല്ല എന്ന് പറഞ്ഞിടത്താണ് ഈ തെറ്റ്. നിങ്ങൾ പറയും കേക്കട്ടെ.
ഇവിടെ ഉണ്ട് എന്നായി പറയണത്. പിന്നെ സംഭവിക്കുന്ന യാത്രക്കാർ മാത്രമാണ്. അതുകൊണ്ട് ഗൾഫ് നാടുകളിലുണ്ട് എന്ന് ഇക്കാലം വരെ പ്രചരിപ്പിച്ച പ്രചരണം ഉണ്ടല്ലോ, അത് ഇനി നടക്കൂല എന്നോട് ഓർമ്മപ്പെടുത്തുക. കാര്യം, ഈ അടുത്തായി നിങ്ങൾ ത്വയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും. നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ, അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം, ഖുർആൻ മനഃപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ലാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ ത്വയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്മളെ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ പറ്റും, മറ്റുള്ളവരുടെ കാര്യമാകുമ്പോൾ അതൊന്നും പറ്റൂല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പോ തിരട്ടത്താപ്പോ അതൊന്നുമല്ല നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ചില കളവുകള് സൗദി അറേബ്യയാണ് അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് പറയണം. സൗദി അറേബ്യയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സംഭവം എന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. സൗദി അറേബ്യയിലെ ഏതൊരു മസ്ജിദ് ആണെങ്കിലും അവിടെ ഏതൊരു സ്ത്രീക്കും വരാം, നമസ്കരിക്കാം. എന്നാൽ ആ സ്ത്രീകളൊന്നും വീട്ടിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി മാത്രമായിക്കൊണ്ട്, ഇത് ജുമാ അല്ലാത്ത മറ്റു നമസ്കാരത്തിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ഇറങ്ങി വരാറില്ല. എന്നാൽ അവര് യാത്രയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഏത് മസ്ജിദിൽ കയറിയിട്ടും അവർക്ക് നമസ്കരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട്. അത് സൗദി അറേബ്യ ആണെങ്കിലും ലോകത്തേത് രാഷ്ട്രത്തിലാണെങ്കിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പച്ച കളവുകളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടും പറയുക എന്നുള്ള ആ ഒരു നിലപാട് അതൊന്ന് മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.